അപ്പോൾ നമ്മുടെ PCOD ജേർണിയുടെ ഫസ്റ്റ് പാർട്ടിൽ എൻ്റെ 3 വയസ്സ് വരെയുള്ള കാര്യമാണ് പറഞ്ഞത്. അതായത് മേത്തെ ഹെയർ ഗ്രോത്ത് കാരണം മറ്റുള്ളവർ എന്നെ കളിയാക്കി തുടങ്ങി, ആൺകുട്ടികളെ പോലെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ബേസിക്കലി ആ സമയത്ത് അവരെന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ നമ്മളതെന്തിനാ കെയർ ചെയ്യണേ, അങ്ങനെയൊന്നും ചിന്തിക്കാനുള്ളൊരു വിവേകവും ബുദ്ധിയോ നമുക്ക് ആയിട്ടില്ല. അപ്പോൾ എനിക്കും ഭയങ്കരമായിട്ട് സെൽഫ് കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് കുറഞ്ഞു തുടങ്ങി. ഓൾറെഡി ഞാൻ കുറച്ച് മെലിഞ്ഞിട്ടാണ്, കുറച്ചല്ല നല്ലോണം മെലിഞ്ഞിട്ടാണ്, എൻ്റെ കഴുത്ത് നല്ല നീണ്ടിട്ടാണ്, പല്ല് പൊന്തിയിട്ടാണ് ആ സമയത്ത് തൊട്ടിട്ട്. അതിൻ്റെ കൂടെ ഈ ഒരു ഹരാസ്മെൻറ്റ് ഇതെല്ലാം കൂടിയിട്ട് പല പേരുകൾ ഇട്ടിട്ട് നമ്മുടെ ചുറ്റുള്ളവർ എന്നെ വിളിച്ചിട്ടുണ്ട്, കരടി അങ്ങനെ. അപ്പോൾ ബേസിക്കലി എനിക്ക് എന്നിലുള്ള ഭയങ്കര കോൺഫിഡൻസ് എത്രയൊക്കെ നമ്മുടെ അമ്മയായാലും അല്ലെങ്കിൽ അച്ഛൻ അവരൊക്കെ നീ അത് കാര്യമാക്കണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമ്മളത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യും. ആസ് യൂഷ്വൽ എനിക്കൊരു 10 വയസ്സൊക്കെ ആയി, ഇങ്ങനെയുള്ള കമൻസും നമ്മുടെ കൂടെ അങ്ങനെ വലുതായിട്ട് വരുന്നുണ്ട്. നമുക്ക് എല്ലാവരുടെയും അടപ്പിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ 5ലും 6ലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ ഒരു ഗേൾസ് സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അവിടെ നമുക്ക് പീരീഡ്സ് എന്താണോ അതിനെക്കുറിച്ചുള്ള അവയർനെസ് ഒക്കെ നന്നായി തന്നിരുന്നു. അതായത് ചെറുപ്പം തൊട്ടിട്ടേ നമുക്ക് തന്നിരുന്നു, 5, 6 ക്ലാസ് തൊട്ടിട്ട്. അങ്ങനെ ഞാൻ 6ലായ സമയത്ത് എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സ് 2-3 പേരൊക്കെ പീരീഡ്സ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം അവരാദ്യം പറഞ്ഞത് അവർക്ക് വന്ന ഏറ്റവും ആദ്യത്തെ മാറ്റം എന്ന് പറയുന്നത് അവരുടെ ബോഡിയിൽ അണ്ടർ ആംസിലും പ്രൈവറ്റ് പാർട്സിലും ഹെയർ ഗ്രോത്ത് നല്ലോണം വന്നിരുന്നു. എനിക്ക് ഓൾറെഡി അതിന് മുന്നേ തൊട്ടിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ട്. അപ്പം ഞാനും വിചാരിച്ചു, അപ്പം അടുത്തത് ഞാൻ ഇനി പീരീഡ്സ് ആവാറായിട്ടുണ്ടാവണം, അതുകൊണ്ടാണല്ലോ ഇത് പ്രൊമിനൻ്റ് ആവണമെന്ന്. പക്ഷെ എൻ്റെ വീട്ടിലെ ചിന്ത എങ്ങനെയായിരുന്നു വെച്ചാൽ 5ലും 6ലും അല്ലെങ്കിൽ 6ൽ പഠിക്കുമ്പോൾ 11 വയസ്സ് ആ സമയത്തൊക്കെ പീരീഡ്സ് ആയി നമുക്ക് എന്താ അറിയുക, കുറച്ചും കൂടി ലേറ്റായിട്ട് ആയാൽ മതിയായിരുന്നു എന്നുള്ള ആഗ്രഹിക്കായിരുന്നു എൻ്റെ വീട്ടിലുള്ളവർക്കൊക്കെ. അപ്പോൾ അങ്ങനെ എനിക്കിങ്ങനെ ഹെയർ ഗ്രോത്ത് ഒക്കെ വന്നു തുടങ്ങി. ഒരു 7ലൊക്കെ ആയപ്പോഴേക്കും അത്യാവശ്യം ബോഡി ഡെവലപ്മെൻറ്റ് വന്നു തുടങ്ങി. പക്ഷേ പീരീഡ്സ് ഒന്നും ആയില്ല. അങ്ങനെ 8ലായി 13 വയസ്സൊക്കെ ആവണു, എന്നിട്ടും പീരീഡ്സ് ആവുന്ന കാണാനില്ല. പക്ഷേ ഞാൻ 8ൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു കസിൻ, എന്നെക്കാട്ടി 2 വയസ്സിന് താഴെയുള്ള ഒരാൾ പീരീഡ്സ് ആയി. അപ്പോൾ ആസ് യൂഷ്വൽ വീട്ടിൽ അതൊരു ചിന്തിക്കാനുള്ള ഭാഗ്യമാവുമല്ലോ. കാരണം ഞങ്ങളുടെ കസിൻസൊക്കെ അടുത്തടുത്ത വീടുകളിലാണ് താമസിക്കണേ. അപ്പോൾ എന്നെക്കാളും താഴെയുള്ളൊരു കുട്ടി പീരീഡ്സ് ആവുക, നമ്മുടെ നാട്ടിലെ രീതി വെച്ചിട്ട് എല്ലാവരോടും പറയുമല്ലോ അങ്ങനെ ആയിന്ന്. അങ്ങനെ പറയുമ്പോൾ അതിൽ മൂത്ത ഒരാളായ ഞാൻ നിൽക്കണു, ഞാൻ ഇതുവരെ പീരീഡ്സ് ആയിട്ടില്ല. അങ്ങനെ ആസ് യൂഷ്വൽ വീട്ടിൽ ടെൻഷൻ തുടങ്ങി. 13 വയസ്സായി, താഴെ ഒരു കുട്ടി പീരീഡ്സ് ആയി, എന്നിട്ടും ഞാൻ പീരീഡ്സ് ആവുന്നില്ല. ഈ ഡോക്ടറെ കാണിക്കണോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, ഇങ്ങനെ ഹെയർ ഗ്രോത്ത് ഒക്കെ ഉള്ള കാരണം അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് ടെൻഷനൊക്കെ ആയി തുടങ്ങി, അച്ഛനായാലും അമ്മയ്ക്കായാലും അങ്ങനെ വീട്ടിലുള്ളവർക്കായാലൊക്കെ. പക്ഷേ എൻ്റെ അമ്മൂമ്മ പറഞ്ഞു, അമ്മൂമ്മയൊക്കെ ലേറ്റ് ആയിട്ടാണ് പീരീഡ്സ് അയക്കണത്, 10-17 വയസ്സായിട്ട് അയക്കണേ. ചിലപ്പോൾ എനിക്ക് ആ പാരമ്പര്യമായിരിക്കും, അതുകൊണ്ട് അങ്ങനെ പേടിക്കാനൊന്നുമില്ല, ഡോക്ടറൊന്നും കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് നോക്കാമല്ലോ, 13 വയസ്സല്ലേ ആയിട്ടുള്ളൂ. ഇപ്പോഴല്ല, ആ സമയത്താണല്ലോ 13 വയസ്സൊക്കെ ഒരു ജനറൽ കാറ്റഗറിയിലേക്ക് വന്നത്. അതിന് മുന്നേ 16-17 വയസ്സൊക്കെ ആയിരുന്നല്ലോ, അതുകൊണ്ട് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു.